സുഹൃത്തുക്കളെ, നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ വടക്കറ്റത്തുള്ളൊരു ഭാഗത്തു നിന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു മണത്തല അണ്ടർപാസ് മുതൽ ചേറ്റു വരെ. അപ്പോൾ മണത്തല അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് കേട്ടോ. മണത്തല അണ്ടർപാസിൻ്റെ ആ ഭംഗി നോക്കിയാൽ നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കട്ടിങ്സിലാണ് നമ്മുടെ ആറിവാളുകളൊക്കെ പോക്കി ഉയരം കൂട്ടി വരുന്നത്. ഏകദേശം 1.5 മാസം മുന്നാണ് നമ്മൾ ഈ മണത്തല അണ്ടർപാസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത്. തിരിച്ച് ഈ ഒരു മാസം ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു വ്യത്യാസമാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയിട്ട് കാണുന്നത്. നല്ല രീതിയിൽ ഹൈറ്റ് കൂട്ടി മണ്ണൊക്കെ പൊക്കി വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ലെഫ്റ്റ് സൈഡിലൂടെ സഞ്ചരിക്കുന്നത് സർവീസ് റോഡോ കാര്യങ്ങളോ ഒന്നല്ല, പഴയ നമ്മുടെ റോഡ് തന്നെയാണ്. അപ്പോൾ റൈറ്റിലായിട്ടും ലെഫ്റ്റിലായിട്ടും റോഡുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും നടക്കാനുണ്ട്. പൂർണ്ണമായി സർവീസ് റോഡിലോട്ട് നീക്കി നമ്മുടെ ലൈൻ മാർഗങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് അല്ലേ നമ്മുടെ ഒരുപാട് പാനലുകൾ വാർത്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞുകൊണ്ട് സർവീസ് റോഡുകളെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെൻട്രലിലെ റോഡുകളുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മണത്തല അണ്ടർപാസിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു റാമ്പാണ് ഈ ഒരു വഴിയിൽ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ലോറികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് മണത്തല ചന്ദനക്കുടം നേർച്ച എന്ന് പറയും. ഞാനൊരു 2-3 വർഷമായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാ ഞാൻ വരാറുള്ളൊരു സ്ഥലമാണ്. അടിപൊളി പരിപാടി, ആഘോഷങ്ങളും ഗംഭീര പ്രോഗ്രാമുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത് ശിവാലയുടെ ആദ്യത്തെ റീച്ചായ നമ്മുടെ ചാവക്കാട് ബൈപ്പാസിൽ ഇതാ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് കുട്ടന്മാരെ. അടുത്തൊരു റാമ്പിലോട്ട് അല്ലെങ്കിൽ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടുള്ള ഹൈറ്റാണ് ഇനി ഈ ഭാഗത്തു നിന്ന് പൊന്താനുള്ളത്. ശിവാലയ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ 2 റീച്ചുകളിൽ ഫസ്റ്റ് റീച്ചായ നമ്മുടെ കാപ്പിരിക്കട ടു ചാവക്കാട് റോഡിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ പകർത്തുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ടാറിങ്ങും ഭംഗികളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ KNRCL കമ്പനിനെ വെച്ച് ഒരിക്കലും നമുക്ക് ഈ റോഡിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ KNRCLൻ്റെ കാർക്ക് തുടങ്ങി ഏതാനും മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് നമ്മളുടെ ശിവാലയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ സമയവും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവാലയ ഇപ്പോഴും നല്ല പ്രോസസ്സിങ്ങിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മണത്തല അണ്ടർപാസിൻ്റെ അടുത്തൊരു അണ്ടർപാസ് കൂടിയാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ മുകളിലോട്ടുള്ള റാമ്പാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ടാറിങ്ങിലൊക്കെ നോക്കിയാൽ തന്നെയാണ് സെൻറ്ററിൽ നമ്മുടെ ഡിവൈഡർ മാത്രമാണ്. അണ്ടർപാസിൻ്റെ മുകളിലെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിട്ട് പോക്കി സൈഡിലെ ക്രാഷ് ബാരിയറും എല്ലാം സെറ്റായിക്കൊണ്ടുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു അണ്ടർപാസും കൂടെ നമുക്ക് യോജിച്ച് യാത്രായോഗ്യമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ പഴയ റോഡും എല്ലാം കൂടി അറ്റാച്ചായി പോകുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ഭാഗികമായ ഡ്രൈനേജിൻ്റെ ചെറിയ വർക്കുകൾ കൂടി ഈ ഒരു ഭാഗത്തുണ്ട്. ഒരു കോട്ട് ടാറിങ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സർവീസ് റോഡിൻ്റെ ചെറിയ പണികളും നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഗതാഗതം റോഡിൻ്റെ 2 വശത്തു കൂടിയാണ്, സർവീസ് റോഡുകളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാവക്കാടിൻ്റെ അണ്ടർപാസും കഴിഞ്ഞ് അങ്ങനെ മണത്തല അണ്ടർപാസും കഴിഞ്ഞ് നമ്മളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവുകയാണ് നമ്മുടെ ശിവാലയ തൃശ്ശൂർ ജില്ലയിലെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് നമ്മുടെ ഈ കാപ്പിരിക്കടവ് വരെയുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗികമായിട്ടായിരുന്നു നമ്മുടെ ഒരു ഏകദേശം 1.5 ആഴ്ച മുന്നേ ഈ ഒരു ഭാഗത്തെ ക്രോസ് ആയി നിന്നിരുന്ന ഫുൾ സർവീസ് ലൈനും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ശിവാലയത്തെ ലൈറ്റും ഐറ്റംസൊക്കെ പിടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടായാൽ പോലും പല ലൈറ്റുകളും ചെക്കിംഗ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഈ റോഡിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിലവിലെ സർവീസ് റോഡിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. 2 വശവും നല്ല അതിമനോഹരമായ ആറുവരിപ്പാത ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. നിലവിലിനി ഈ ഭാഗങ്ങളിൽ പല ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കുറച്ചുകൂടി പെയിൻറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ പല ഭാഗങ്ങളും സ്റ്റീൽ കാസ്റ്റിംഗ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഒരു ആംബിയൻസ് ഇപ്പോൾ ഈ ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് ലൈൻ മാർക്കിംഗ് മാത്രമാണെന്നുള്ളൊരു വിഷ്വലിൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. പൂർണ്ണമായും അല്ലേ ഇനി ക്യാമറ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് പിടിപ്പിക്കാനുണ്ട്. മലപ്പുറം റീച്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം ഏകദേശം 1.5-2 കിലോമീറ്ററൊക്കെ ഇടവിട്ടുകൊണ്ട് നമ്മുടെ സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ മെർജ് ചെയ്ത് നമ്മുടെ മെയിൻ ഹൈവേയിലോട്ട് കയറുന്ന ആ ഭാഗങ്ങളെല്ലാം ക്യാമറകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും
വളരെ കെയർഫുള്ളായിട്ട് വേണം യാത്ര ചെയ്യാൻ. അതിവേഗം ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾക്കിടയിൽ നമ്മുടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കാതെയും എടുക്കാതെയും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെട്ടിച്ച് പോകാതെ ലൈൻ ട്രാഫിക് ക്ലിയറായി പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ റോഡിലൂടെ പോകുന്ന വഴി തന്നെ ഒറ്റയടിക്ക് ലെഫ്റ്റിൽ നിന്ന് ഇൻഡിക്കേറ്റർ പോലിടാതെ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളുടെ സ്പീഡ് കൂടി കണക്ക് വെക്കാതെയാണ് റൈറ്റിലോട്ട് നീങ്ങുന്നത്. ഒന്നല്ല രണ്ടല്ല 3 ലൈൻ വെട്ടിച്ചാണ് കയറുന്നത്. അപകടം വരാൻ ഇതിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിന് പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ വണ്ടിയൊക്കെ ഓടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ അടുത്തൊരു അണ്ടർപാസ് കൂടി നമുക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിതായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവത്ര അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ്. മുകളിലായിട്ടുള്ള ലാസ്റ്റ് ലെയർ കോട്ടിങ് മാത്രമാണ് മെയിൻ റോഡിൽ. ഇനി ബാക്കിയുള്ള അപ്രോച്ച് റോഡിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. ആറിവാളും ഫ്രിക്ഷൻ സ്ലാബും എല്ലാം സെറ്റായിട്ടുണ്ട് മക്കളെ. ക്രാഷ് ബാരിയറൊക്കെ സെറ്റായി. ഈ ഒരു ഭാഗത്ത് പെയിൻറ്റിങ് വർക്കുകൾ മാത്രമാണ്. നമുക്ക് 2 അണ്ടർപാസുകളിലെ അല്ലേ, അണ്ടർപാസിന് 2 വശത്തോടും കൂടി കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഒരു ഭാഗത്ത് നടക്കുന്നത്. മുകളിലെ കാസ്റ്റിങ്ങും അല്ലെ ഡിവൈഡറും ക്രാഷ് ബാരിയറും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൂടി കൂട്ടി മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം മുകളിലായിട്ടെങ്കിൽ ലാസ്റ്റ് കോട്ടിങ് ടാറിങ് വർക്കുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. ഇനി പെയിൻറ്റിങ് വർക്കുകളും പിന്നെ അതേപോലെ തന്നെ സ്റ്റീൽ ഇലക്ട്രിക് പൈപ്പുകളുടെ വർക്കുകളും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വർക്കുകൾ ഫിനിഷായി എന്ന് പറയാൻ സാധിക്കില്ല. ലൈൻ മാർക്കിംഗ് ഉണ്ട് നമ്മുടെ, അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ക്യാമറ, അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഐറ്റം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തൃശ്ശൂരിൽ ഇത്രയും റേഞ്ചായിട്ട് വർക്ക് പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മണത്തല ടു കാപ്രിക്കടവ് മാത്രമാണ്. തൃശ്ശൂരിൽ ഇത്ര മനോഹരമായി റോഡിൻ്റെ ആംബിയൻസ് വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിമനോഹരമായ റോഡുകളുള്ളത് തൃശ്ശൂർ ജില്ലയിലും കൂടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മലപ്പുറമൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ തൃശ്ശൂരിൽ അതിശക്തമായി സ്ട്രെയിറ്റ് ആയിട്ടാണ് മക്കളെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. മലപ്പുറത്തെ പല റോഡുകളും അതിഗംഭീരമായി പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് വർക്ക് നടക്കുന്നതെങ്കിലും നമ്മുടെ മധ്യ സ്ഥലമായി കണക്കാക്കാൻ പറ്റുന്ന തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റും ചെയ്യുന്നുണ്ട്. നമ്മുടെ തെക്കോട്ട് തിരുവനന്തപുരം വരെയാണ് റോഡുകളുടെ വർക്കുകൾ കുറച്ച് സാവകാശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി എത്തിച്ചേരാൻ പോകുന്നത് എടക്കഴിയൂർ ടൗൺ, എടക്കഴിയൂർ പോസ്റ്റ് ഓഫീസ് ഈ ഭാഗങ്ങളിലോട്ടാണ്. നമ്മുടെ അതിമനോഹരമായ തൃശ്ശൂർ ജില്ലയുടെ അഞ്ചാമ്പരത്തി എന്ന് വെച്ചാൽ മതില അഞ്ചാമ്പരത്തിയിൽ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും വലിയ വയോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കയറി ഒന്ന് കാണാം. മനോഹരമായ വീഡിയോ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം. നമ്മുടെ എടക്കഴിയൂരിൻ്റെ അതിമനോഹരമായ ടൗണും പശ്ചാത്തലങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ബീച്ചുണ്ട്, പഞ്ചവടി, മറൈൻ വേൾഡ് തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളുമായിട്ട് വെക്കേഷൻ സമയങ്ങളിലെല്ലാം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ് മറൈൻ വേൾഡ്. വന്നിട്ടുള്ളവർക്കറിയാം. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കിടുക്കാച്ചി സംഭവം തന്നെയാണ് പഞ്ചവടിയിലെ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ ഐറ്റം. അപ്പോൾ നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം എത്തുന്നതിന് മുന്നുള്ള റാമ്പും കാര്യങ്ങളുമാണ് നിലവിൽ. അപ്രോച്ച് റോഡുകളുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പഴയ ദേശീയ പാതയിലൂടെ തന്നെയാണ് റൈറ്റ് സൈഡിൽ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിലൂടെയും യാത്ര അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഉള്ള യാത്രയാണ്. അപ്പോൾ ഒരു ചെറിയ വളവും അല്ലേ, റൈറ്റ് സൈഡിലായിട്ടൊരു പള്ളിയെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു. അടുത്തൊരു അണ്ടർപാസിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ആറിവാളുകൾ ബ്ലോക്കുകളെല്ലാം വെച്ച് ഉയരത്തിലോട്ട് കൊണ്ടുവരുന്നു. മുകളിൽ ആറിവാളുകൾ വന്നതിന് ശേഷം നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ കൽപ്പൊടികളെല്ലാം ഇപ്പോൾ ആവശ്യാനുസരണം നമ്മുടെ സൈറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. പല ഭാഗങ്ങളിലും വർക്കുകൾ അതിഗംഭീരമായ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഈ ഒരു അണ്ടർപാസിൻ്റെ ക്രാഷ് ബാരിയറും ഡിവൈഡറും മാത്രമാണ്. മുകളിലെ കാസ്റ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ടുള്ള ആറിവാളുകളുടെ വർക്കുകളും മണ്ണടിച്ച് പൊക്കുന്ന റാമ്പിൻ്റെ വർക്കുകളും നിലവിൽ പെൻഡിങ് ആണ്. ചെറിയൊരു എസ് വള പോലെയാണ് നമ്മുടെ എടക്കഴിയൂർ സെൻറ്ററിൽ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മുൻപ് വീഡിയോ ചെയ്തപ്പോൾ പലരും ആവർത്തിച്ചിട്ടുള്ള കമൻറ്റാണ് ശിവാലയുടെ വർക്ക് പോരാ. ഞാനപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഞാൻ ഒരു വീഡിയോയിൽ അവരുടെ വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ താൻ ശിവാലയുടെ മർച്ചൻറ്റൈസർ ആണോ അല്ലെങ്കിൽ ശിവാലയുടെ ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടല്ല, നമ്മളിപ്പോൾ തൃശ്ശൂർ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വർക്കുകൾ വളരെ സ്ലോയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഈ ഒരു വർക്കുകളൊക്കെ തുടങ്ങി 8, 9, 10 മാസത്തോളം ഡിലേയിലാണ് ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ലാസ്റ്റ് നമ്മുടെ കൊടുങ്ങല്ലൂർ ടു
എടപ്പള്ളി ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വർക്ക് വളരെ സ്പീഡ് കുറവാണ്. ആ ഒരു ഭാഗത്ത് നിലവിൽ അവർ ചെയ്തു പോകുന്നതിൽ വെച്ച് സ്പീഡ് കൂടുതലും ആ ഒരു വർക്ക് തന്നെയാണ്. വളരെ അവസാന ഘട്ടത്തിലാണ്, മെറ്റീരിയലൊക്കെ ഷോർട്ടായി തുടങ്ങിയ സമയത്താണ് അവരുടെ വർക്കുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഇടപെടലുകളും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെറിയ ഇടപെടലുകൾക്ക് മൂലം നമ്മുടെ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മുടെ എടക്കഴിയൂർ ആ ടൗണിൽ നിന്ന് ഇങ്ങനെ നീങ്ങി തുടങ്ങുമ്പോൾ ആറുവരി പാതയുടെ അടിപൊളി പാത്തിലോട്ട് നമ്മൾ കയറുകയാണ്. ഭാഗികമായി പല സ്ഥലങ്ങളിലും ക്രാഷ് ബാരിയറും അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കുകളും മാത്രമാണ് പെൻഡിങ് ഉള്ളത്. ടാറിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ ചെറിയ കോൺക്രീറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ഡിവൈഡറിലും നമ്മുടെ ക്രാഷ് ബാരിയറിലും പെയിൻറ്റിങ് വർക്കുകൾ, ലൈൻ മാർക്കിങ്, ബ്രേക്ക് ലൈൻ, സോളിഡ് ലൈൻ തുടങ്ങിയ ലൈനുകളുടെ വർക്കുകൾ ഒക്കെ നമുക്കിനി ബാക്കിയുണ്ട്. പല സ്ഥലങ്ങളിലും വർക്ക്, ഡ്രൈനേജ്, സർവീസ് റോഡുകളിലെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിൽ റോഡ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ കയ്യേറ്റ പ്രവർത്തനങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല കടകളുടെയും ഡ്രസ് വർക്കിൻ്റെ ഷീറ്റ് ഇറക്കിയിരിക്കുന്നത് സർവീസ് റോഡിലോട്ടാണ്. അപ്പോൾ ചേർന്നൊരു സർവീസ് റോഡിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഷീറ്റ് പൊളിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ ഒരു ഷോപ്പുണ്ട്. ഞാനപ്പോൾ അത് വ്യക്തിപരമായി അതൊരു പ്രശ്നത്തിലെത്തുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കാണിക്കുന്നില്ല. റോഡിലൂടെയുള്ള വിശാലമായ യാത്രക്കും നിങ്ങളുടെ സേഫ്റ്റിക്കും അത് നിങ്ങൾ തന്നെ കുറച്ച് പൊളിച്ച് നീക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ ഭംഗി അല്ലേ, ഇനി കാപ്പിരിക്കടവ് തുടങ്ങി പിന്നെ കാപ്പിരിക്കടവിൽ നിന്ന് അങ്ങോട്ട് വളാഞ്ചേരി വരെ അതിമനോഹരമായ റോഡുകളാണ്. ഈ അടുത്ത് ഞാൻ കണ്ണൂർ ഒരു തെയ്യ പരിപാടിക്ക് പോയിരുന്നു. റോഡുകളുടെ രക്ഷ, ഒരു ഭംഗിയില്ലാത്ത രക്ഷ. ലൈൻ മാർക്കൊക്കെ കാപ്പിരിക്കടവ് ഭാഗം തുടങ്ങി അങ്ങോട്ട് ലൈൻ മാർക്കിംഗ് KNRCL സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈറ്റ് വർക്കുകൾ എല്ലാം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ലൈൻ വർക്കിംഗ്, മാർക്കിംഗ്, എല്ലാ അണസ പരിപാടികളൊക്കെ ആ ഒരു റേഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഭംഗിയും ആ റൂട്ടിലുണ്ട്. നിലവിലെ എടക്കഴിയൂരിൻ്റെ ഈ ഒരു ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെയാണ് കൂടുതലും യാത്ര യോജ്യമായി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ റൈറ്റ് സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രലിൽ നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ മാത്രമാണ് ഭാഗികമായിട്ടുള്ളത്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു വർക്കും കഴിയുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് റൈറ്റ് സൈഡിൽ കുറച്ച് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പെയിൻറ്റിങ് ഉള്ളത്. അതേപോലെ തന്നെ സർവീസ് റോഡ് ഈ ഒരു ഭാഗം തുടങ്ങി സ്റ്റാർട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി തന്നെ ആറിവാളുകൾ പയ്യെ ഉയരത്തിലോട്ട് പൊന്തി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആകാശത്തിലൂടെ കാണുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ഹൈറ്റ് വന്നുള്ളൂ, പക്ഷേ നല്ല രീതിയിൽ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത്. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എടക്കഴിയൂർ കഴിഞ്ഞാൽ പിന്നെ അകലാടിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് അടുത്തൊരു അണ്ടർപാസ് വരുന്നതും. അകലാട് ഒറ്റയിനി ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിന് മുന്നായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ശിവാലയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ KGF നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാട് വണ്ടികൾ, അതേപോലെ തന്നെ ലേബേഴ്സിനെ മാക്സിമം കുറച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട മെഷീനറികൾ മാത്രമാണ് ശിവാലയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്നത്. ഞാനിന്ന് നിലവിൽ 8-8.5 കിലോമീറ്ററാണ് മണത്തല നമ്മുടെ ചാവക്കാട് ആ ഒരു ഭാഗം തുടങ്ങി ഈ ഒരു ഭാഗം വരെ പറത്താൻ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മീറ്റർ പോലും വിട്ടുപോകാതെയാണ് ഞാൻ ഈ ഒരു അപ്ഡേഷൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. മാക്സിമം നമ്മുടെ ബാറ്ററി തീരുന്ന ആ ഒരു പൊസിഷൻ വരെ ഞാനിന്ന് നമ്മുടെ ഡ്രോൺ പറത്തുന്നതായിരിക്കും. ശിവാലയയുടെ KGF യൂണിറ്റൊക്കെയാണ് ആ ഒരു ഭാഗത്ത്. അകലാട് ഒറ്റൈനി എന്ന് പറഞ്ഞ അണ്ടർപാസിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പുറത്തെ സൈഡിലെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു റാമ്പും കൂടെ നമുക്ക് സെറ്റ് ആവാനുണ്ട്. മുകളിലെ സ്റ്റീൽ കാസ്റ്റിങ്, അതേപോലെ നോക്കിയ കോൺക്രീഷൻ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഫൈനൽ കോട്ടിങ്ങിൻ്റെ വർക്കുകൾ, ക്രാഷ് ബാരിയർ, ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ചിലർ ചോദിക്കാറുള്ളൊരു കേസാണ്, നമ്മളിപ്പോൾ ഏത് ഭാഗത്തോട്ടാണെന്നല്ല. ഇപ്പോൾ നമ്മുടെ വോയിസും കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ മണത്തല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മലപ്പുറത്തോട്ടാണ് വെച്ചാൽ തെക്ക് നിന്ന് വടക്കോട്ടാണ് നമ്മുടെ വിഷ്വൽ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഞാൻ പറയില്ല 8-9 കിലോമീറ്റർ ഈ ഒരു ഭാഗത്ത് അകലാട് ഒറ്റയിനി അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ നോവ ഇവൻറ്റ്സ് ആൻഡ് കേറ്റേഴ്സ് കൊടുങ്ങല്ലൂരിലുള്ള ടീമാണ്. അപ്പോൾ അവർ തിരൂര് പോകുന്ന വഴി അവരുടെ ഏസിൻ്റെ ബാക്കിൽ ഇരുന്നാണ് ഞാനിന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് അവസാനിപ്പിക്കുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.